എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, സ്ട്രെങ്ത് കാർഡ്, നയൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ്. വളരെ അത്യുഗ്രമായിട്ടുള്ളൊരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ വർഷം ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയത്തിലായിട്ടുള്ളവരുടെ പ്രണയ സാക്ഷാത്കാരമാണ്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ആ ഒരു പ്രണയ സാക്ഷാത്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം, അതായത് പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം കുറച്ചധികം നാളുകളായിട്ട് പ്രണയ സാഫല്യം എന്നുള്ള രീതിയിൽ പറയാം. അത് പ്രണയ സാഫല്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രണയിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രണയിച്ചു കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഭാവിയിലേക്ക് പ്രണയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതി, നിങ്ങൾ എങ്ങനെ ഒരാളാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാൾ ഒരു അറേഞ്ച് മാരേജ് രൂപത്തിലും നിങ്ങളിലേക്ക് എത്തുന്നതാവാം. അപ്പോൾ ഒരു അറേഞ്ച് മാരേജ് രീതിയിൽ ഒരു മാട്രിമോണിയൽ വഴിയോ മറ്റോ നിങ്ങളിലേക്ക് എത്തുന്നതാവും. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രണയം, നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങൾ വിവാഹശേഷം ഒരു അറേഞ്ച് മാരേജിലൂടെ നടന്ന വിവാഹമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പ്രണയ സാക്ഷാത്കാരമായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രണയ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പ്രണയിച്ച് വിവാഹത്തിന് മുമ്പായിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളത് മാത്രം. പിന്നെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വർഷമായിരിക്കും. ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ് ഈ വർഷം എന്ന് പറഞ്ഞാൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെയായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വർഷം ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നയൻ ഓഫ് കപ്സ് എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ തോന്നാതിരുന്ന ആ ഒരു ആഹ്ലാദം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരു മാജിക്കൽ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൗഹൃദങ്ങൾ, ഒത്തിരി പുതിയ സൗഹൃദങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു നെറ്റ്വർക്ക്, നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഗുഡ് ഫോർച്യൂൺ, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. മനസ്സിനൊരു തൃപ്തി, ഒത്തിരി സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ചുറ്റുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, സമയം അവരോടൊപ്പം ചിലവഴിക്കുക, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു പെർഫെക്റ്റ് ഡ്രീം, നമ്മൾ പറയും സ്വപ്നം, നമ്മൾ എന്താണോ സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ട ജീവിതം നമ്മളിപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് കളയുക. കാരണം പലരുടെയും മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളത് വൈകിപ്പിക്കുന്ന പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ വൈകിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, ഇതൊക്കെ എനിക്ക് നടക്കുമോ, അതോ ഇതൊക്കെ ഇപ്പോൾ ചില വീഡിയോസിൻ്റെ താഴെ കമൻറ്റ്സ് വരാറുണ്ട് ചില ആളുകളും ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നടക്കില്ല എന്നുള്ളത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതായത് നമ്മൾ ഒരു മാസത്തേക്ക് വീഡിയോ 15 ദിവസം മുമ്പ് തന്നെ ഇപ്പോൾ വീഡിയോ ഇടുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ ഓൾറെഡി അവരത് പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും ഒരിക്കലും നടക്കില്ല. കാരണം അവരുടെ മൈൻഡിൽ നമ്മൾ എത്ര ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മളത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ അത് നടക്കില്ല. അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ അത് ഡിലേ അവസാനം ഒത്തിരി പോസ്റ്റ്പോൺ ആയി പോയിട്ടാണ് വരിക. കാരണം നമ്മൾ തന്നെ അത് നമ്മളുടെ തന്നെ ഏറ്റവും വലിയ ശത്രു നമ്മളായിട്ട് മാറുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ
ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകുന്നു എന്നുള്ളത്. പൊതുവേ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കുറച്ച് പുറകെയാണെന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, മറ്റുള്ളവരായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം. നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വതയോട് കൂടിയിട്ട് പണം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ അതായത് വേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ സീരിയസ് ആവുക എന്നുള്ളതല്ല, വേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണുകയും സീരിയസ് ആയിട്ട് ജീവിതത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാനും നിങ്ങൾ തുടങ്ങും. പലപ്പോഴും പല ആളുകളും ജീവിതം ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് ആയിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു, പുതിയ പ്രൊജക്റ്റ് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു, ബിസിനസ് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു ബിസിനസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ആവാം. അതേപോലെ തന്നെ ഒരു ഗുഡ് ഫോർച്യൂൺ, നിങ്ങളുടെ ഒരു നല്ലൊരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ഹോം, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ്. സ്വന്തമായിട്ട് വീട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേറ്റ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ വേണ്ട കാര്യത്തിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ശ്രദ്ധ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കേണ്ടത് അവിടെ വ്യക്തമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്നിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിലും നിങ്ങളത് തിരിച്ചു പിടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കരിയർ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സാധ്യതകളുണ്ട്. പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബൗണ്ടറീസ് വയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് പൊതുവെ ആളുകൾ എല്ലാവരും തുറന്ന പുസ്തകമാണ്, എല്ലാവരോടും തുറന്ന് പറയുന്ന ഒരു രീതിയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഒരു അതിർരേഖ വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾ അതായത് എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്നതോ അല്ലെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു രീതി മാറി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾ സ്വയം പലരെയും മാറ്റി നിർത്താനായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കടന്നുകയറ്റം, അത് അനാവശ്യത്തിനുള്ള കടന്നുകയറ്റങ്ങൾ അതായത് ചില ബന്ധുക്കളായിരിക്കാം, ആവശ്യത്തിൽ കവിഞ്ഞുള്ള ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ എന്തായി വിവാഹമായില്ലേ, അല്ലെങ്കിൽ വിവാഹമായ ഒരു കുട്ടികളായില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളാവാം. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പൊതുവെ നിങ്ങളുടെ കയ്യിൽ പണം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പോഴെങ്കിൽ അത് അധികം നാളത്തേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. കാരണം നിങ്ങൾക്ക് വീണ്ടും അവസരം, ഇപ്പോൾ വീട്ടമ്മയാണ്, പണ്ട് ജോലി ചെയ്തിരുന്നവർക്ക് വീണ്ടും അവസരം തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ റിട്ടയർ ആയവർക്ക് ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാന മാർഗം നിങ്ങളെ സംബന്ധിച്ച് വരുന്നുണ്ട്. ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തി, പിന്നെ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളത് നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുന്ന, നിങ്ങൾ മറ്റുള്ളവർക്ക് 4 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ് എനർജി. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻ വളരെയധികം സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസം, ഈ ഒരു വർഷം ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ്, സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിരുന്നാലും പൊതുവേ വളരെ നല്ലൊരു സമയമാണ്. ഇപ്പോൾ മാനസികമായിട്ടുള്ള സന്തോഷം, ഇപ്പം ഹാപ്പിനെസ്, സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ, വിവാഹം, അതുപോലെയുള്ള പല ചടങ്ങുകൾ, സന്തോഷമുള്ള ചടങ്ങുകൾ, ഒത്തൊരുമ, കൂട്ടുകാരോട് ചേർന്നിട്ടുള്ള ഒരുമിച്ചിരിക്കാൻ പറ്റുന്നതും, വേണ്ട ആളുകളെ കൂടെ ഒരുമിച്ചിരിക്കുക, വേണ്ടാത്ത ആളുകളെ തള്ളിക്കളയാനും ഒക്കെയുള്ള അവസരങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് എങ്കിൽ സാമ്പത്തിക ഭദ്രത വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്, മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, പ്രൊമോഷൻ, മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കമ്പനി വക ഇപ്പോൾ അതായത് വളരെ നല്ല പൊസിഷൻ, കമ്പനി വക വീട്, കാറ്, അതുപോലെ കമ്പനി വക എല്ലാം കിട്ടുന്ന തരത്തിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന പൊസിഷൻ വിദേശ രാജ്യത്തുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈ പൊസിഷനിലേക്ക് എത്താനുള്ള ചാൻസസും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.